ഇൻഗ്രീഡിയൻസിൽ നിന്ന് നമുക്ക് സോയിൽ ക്ലേ ഉണ്ടാക്കിയാലോ? ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ക്ലേ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല മണ്ണെടുക്കുക. വീടിന് മുറ്റത്ത് മണൽ ചരൽ കുടുങ്ങിയിട്ടുള്ള മണ്ണെടുക്കാൻ നല്ലോണം കുഴിച്ചെടുത്തിട്ടുള്ള മണ്ണെടുക്കാൻ ശ്രദ്ധിക്കുക. എടുത്തിട്ടുള്ള മണ്ണ് ഒരു ബക്കറ്റിലേക്ക് ഇട്ട് നിറച്ചും വെള്ളം ഒഴിച്ച് ഇങ്ങനെ ഒരു കോലോ കമ്പോ ഇട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. വേറൊരു ബക്കറ്റിലേക്ക് നമുക്ക് ഈ ഒരു ഇളക്കി വെച്ചിട്ടുള്ളത് ഒരു തോർത്തിലോ നെറ്റിലോ ഇതാക്കിയിട്ടോ ഒന്ന് അരിച്ചു കൊടുക്കണം. അങ്ങനെ ഫുള്ളും അരിച്ചെടുത്തിട്ടുണ്ട്. അരിച്ചെടുത്തതിലേക്ക് പിന്നെയും വെള്ളം ഒഴിച്ച് ഒന്നും കൂടി അരിച്ചെടുക്കുക, വെള്ളം ഒഴിക്കുക, അരിച്ചെടുക്കുക, അങ്ങനെ എല്ലാം നല്ലോണം ഇളക്കി അരിച്ചെടുത്തിട്ടുണ്ട്. നല്ലോണം അരിച്ചെടുത്തത് 1 മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അപ്പോഴേക്ക് നല്ലോണം തെളിഞ്ഞ് കിട്ടും. ആ തെളിഞ്ഞത് നമുക്ക് വേറൊരു ബക്കറ്റിലേക്ക് മാറ്റി ഒന്ന് നല്ലോണം ഒരു തുണിയിൽ ഇങ്ങനെ അരിച്ചെടുക്കാം. നമ്മൾ 2-3 പ്രാവശ്യം എന്തായാലും അരിച്ചെടുക്കണം കേട്ടോ. 2-3 തവണയെങ്കിലും നമ്മൾ വെള്ളം തെളിയാൻ വെക്കണം. അങ്ങനെ ഇതാ ഞാൻ തെളിയാൻ വെച്ചിട്ടുണ്ട്. മണ്ണിലുള്ള വേസ്റ്റ് ഒക്കെ പോകുമ്പോഴേക്കും നമ്മുടെ ക്ലേ നല്ലോണം സോഫ്റ്റ് ആയി കിട്ടാൻ സഹായിക്കും കേട്ടോ. അങ്ങനെ വെള്ളം നല്ലോണം തെളിഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നല്ല തെളിഞ്ഞ വെള്ളമായിട്ടുണ്ട്. ഇനി പഞ്ഞിയിൽ മുക്കി എങ്ങനെയാണ് ഇത് വെള്ളം ഒപ്പിയെടുക്കേണ്ടതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ എങ്ങനെയൊക്കെയോ കുറച്ചൊക്കെ ഒപ്പിയെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ബക്കറ്റ് ഇങ്ങനെ ചിരിച്ച് വെള്ളം കളഞ്ഞു. അങ്ങനെ നമ്മുടെ വെള്ളമൊക്കെ പൊക്കിയെടുത്ത് അടിയിലുണ്ടാകുന്ന മണ്ണ് ക്ലേ ആണ് നമുക്ക് ആവശ്യമുള്ളത്. നമ്മൾ ക്ലേ എന്ന് പറഞ്ഞില്ലേ, ആ ക്ലേ ഒരു പഴയ തുണിയിൽ ഇങ്ങനെ എടുത്തിട്ട് ഒരു ഇളം വെയിലുള്ള സ്ഥലത്ത് നല്ലോണം കൊണ്ടുപോയി ഒന്ന് നിരത്തി പരത്തി വെക്കുക. നമ്മൾ നിരത്തി പരത്തി വെക്കുന്ന ക്ലേ ഡയറക്റ്റ്ലി വെയിൽ കൊള്ളുന്ന സ്ഥലത്തൊന്നും കൊണ്ടുപോയി വെക്കരുത്. കൊണ്ടുപോയി വെച്ച കല്ല് പോലെ ഇരിക്കും. ഞാൻ കുറച്ച് സമയത്തിന് ശേഷം പോയി നോക്കിയപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ക്ലേ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ക്ലേ ഇനി കുഴച്ചാണ് എടുക്കേണ്ടത്. കുഴച്ചെടുക്കാൻ കുറച്ച് ടാസ്ക് ആയിരുന്നു. എന്നെ സഹായിക്കാൻ വേണ്ടി ഉണ്ണി വന്നിട്ടുണ്ടായിരുന്നു. ഉണ്ണി കുറച്ച് നേരം ഇങ്ങനെ പരത്തി എടുത്ത് തന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ രണ്ടുപേരും പരിശ്രമത്തിന് ശേഷം ക്ലേ അവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട്. രാവിലെ ഉണ്ടാക്കാൻ തുടങ്ങിയാൽ നമുക്കൊരു വൈകുന്നേരത്തിനുള്ളിൽ നമ്മുടെ ക്ലേ സെറ്റായി കിട്ടും കേട്ടോ. ഇനി ഇത് കണ്ടെയ്ൻ ചെയ്ത് വെക്കണമല്ലോ. അപ്പോൾ നല്ലോണം എയർടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലാണ് കണ്ടെയ്ൻ ചെയ്ത് വെക്കേണ്ടത്. അതാകുമ്പോൾ നല്ല കുറേ കൊല്ലങ്ങളോളം നമുക്ക് കണ്ടെയ്ൻ ചെയ്ത് വെക്കാൻ പറ്റും. ഫസ്റ്റ് ഒരു പ്ലാസ്റ്റിക് കവർ അതിൻ്റെ മുകളിൽ കൂടെ ഇട്ട് കൊടുത്തിട്ടാണ് ഞാൻ കണ്ടെയ്ൻ ചെയ്ത് വെക്കുന്നത്. ഇവയൊക്കെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ വരാം. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ.